പ്രശാന്ത് ഏട്ടാ, നമ്മുടെ അഗസ്റ്റിൻ സഹോദരന്മാർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന മരംമുറി ചാനലും ഈ മരംമുറി ചാനലിൻ്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നമ്മളൊരു വാർത്താ ചാനൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സമൂഹത്തിൽ കൃത്യമായിട്ടുള്ള വാർത്തകൾ എത്തിക്കുക എന്നുള്ളതാണ്. ഇവർ വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. വാർത്തകൾ സൃഷ്ടിക്കുക മാത്രമല്ല, ഈ മരംമുറി ചാനലിൻ്റെ മുതലാളിമാർ ഇവർ ക്രിമിനൽസാണ്. ഈ മുതലാളിമാർ ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് ഇവർക്കെതിരെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വാർത്തകൾ പടച്ചുവിടുകയാണ്. ഇത് രണ്ടുണ്ട് കാര്യം. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഇവർക്ക് ഈ അന്വേഷണത്തെ സ്വാധീനിക്കാനായിട്ട് പറ്റും. അതായത് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു പീഡന വീരനാണ് അല്ലെങ്കിൽ ഒരു ബലാത്സംഗ വീരനാണ് എന്നുള്ളൊരു നെറേറ്റീവ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അന്വേഷണത്തെയും ബാധിക്കും, വിധിയെയും ബാധിക്കും, വിചാരണയും ബാധിക്കും ആണല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ റിപ്പോർട്ടർ ചാനലാണ് ഈ മലയാളികൾക്കിടയിൽ ഈ മഞ്ഞ മാധ്യമ പ്രവർത്തനം എന്ന് പറയത്തില്ലേ, ഈ ഹേമ കമ്മിറ്റി വന്നതിന് പിന്നാലെ ദിലീപിനെ ടാർഗറ്റ് ചെയ്യുക, ആഷിഖ് കപൂറിനെ രക്ഷിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ദിലീപിൻ്റെ ഡ്രൈവറായിട്ടുള്ള അപ്പുണ്ണി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ദിലീപിൻ്റെ കൂടെ അദ്ദേഹം നിൽക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ട് ദ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് അദ്ദേഹം തമാശയ്ക്ക് സർക്കാസമാണ്, കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ, ഹേമ കമ്മിറ്റി ദ പവർ ഗ്രൂപ്പ്, അദ്ദേഹം ഉദ്ദേശിച്ചത് ദിലീപാണ് പവർ ഗ്രൂപ്പ് എന്ന് നിങ്ങൾക്ക് പറയണം എങ്കിൽ ഇന്ന ദ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ സർക്കാസം ഒരു പോസ്റ്റ് ഇട്ടു. ഇത് കണ്ടുടനെ റിപ്പോർട്ടർ ചാനലിന്റെ അന്ന് രാവിലത്തെ ലോകം പിടിച്ചു കുലുക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് ഇതായിരുന്നു. ദിലീപിന്റെ അപ്പുണ്ണി, ദിലീപിന്റെ ഡ്രൈവർ തന്നെ സമ്മതിച്ചിരിക്കുന്നു പവർ ഗ്രൂപ്പ് ദിലീപാണെന്ന് പറഞ്ഞു. എന്തൊരു വൃത്തികെട്ട മാധ്യമ പ്രവർത്തനമാണ് ഇതിൽ. ആഷിഖ് കപൂറിനെ ഒതുക്കുക, അല്ല ആഷിഖ് കപൂറിനെ എന്താ പറയുക സേവ് ചെയ്യുക, ദിലീപിനെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരിക, സൈഡിൽ കൂടെ എന്താണ് ഈ അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഈ മരംമുറി മുതലാളിമാരെ അങ്ങ് അവരെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പുണ്യാളന്മാരാക്കുക. ഈ മരംമുറി മുതലാളിമാരായിട്ടുള്ള ഇവര് ഈ ശ്രദ്ധിച്ചായിരുന്നു, അന്ന് രാവിലെ ഈ TV പ്രസാദ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നത്. എനിക്ക് അത്ഭുതം തോന്നി. ഞാനൊക്കെ വളരെ ആരാധനയോടെ കണ്ടുനിന്നിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ TV പ്രസാദ്. ഈ ആരാധനയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഈ മാധ്യമപ്രവർത്തനം തുടങ്ങുന്നതൊക്കെ സമയത്തുണ്ടല്ലോ, ഈ തോമസ് ചാണ്ടിക്കെതിരെ ഇയാൾ കൊടുത്തിരുന്ന വാർത്തകളൊക്കെ കണ്ട് തോമസ് ചാണ്ടിയുടെ കായൽ കയ്യേറ്റം, അത് തോമസ് ചാണ്ടിയെ കൊണ്ട് രാജിവെപ്പിക്കുക, അതിൻ്റെ പേരിൽ തോമസ് ചാണ്ടിയുടെ പാർട്ടിക്കാർ ഇയാളുടെ ആലപ്പുഴയിൽ ഇരിക്കുന്ന ബ്യൂറോ ആക്രമിക്കുക, അന്ന് വലിയൊരു ജയ്ഹിന്ദിലൂടെയാണ് ഈ TV പ്രസാദ് തുടങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിനി ആയിട്ടോ ഇന്റേൺ ആയിട്ടോ തുടങ്ങുന്നത്. പുള്ളിക്കാരൻ ഇങ്ങനെ മാറിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. അപ്പം എനിക്ക് മനസ്സിലായി പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. അപ്പം ഇതെങ്ങോട്ടാണ് ഈ പോകുന്നത്? ഒരു സ്ഥലത്ത് ഇവര് വെളുപ്പിക്കുക, ഈ ചാനൽ ഒരു സാമൂഹ്യ വിരുദ്ധ ചാനലായിട്ട് മാറുകയാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. രണ്ടാമത്തെ കേസ് ഈ ആഷിഖ് കപൂറിന്റെ കാര്യത്തിലുള്ള കൺസേൺ ആണ്. ആഷിഖ് കപൂർ രക്ഷപ്പെടുന്നുണ്ടോ? ആഷിഖ് കപൂർ ഇപ്പൊ പല ചാനലിലും വന്ന് പറയുന്നുണ്ട്, എനിക്ക് മയക്കുമരുന്ന് ലോബിയായിട്ട് ഒരു ബന്ധമില്ല, ഞാൻ മയക്കുമരുന്ന് വരുന്നുണ്ടല്ലോ. അതെ മയക്കുമരുന്ന് അത് വരുന്നുണ്ട്, ബന്ധമില്ല, ഞാൻ മയക്കുമരുന്നല്ല, ഞാൻ അങ്ങനെ ഒരു പാർട്ടി നടത്താറില്ല, അങ്ങനെ ചെയ്യാറില്ല, ഇങ്ങനെ ചെയ്യാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ലഹരിയുമായിട്ടൊരു ഇതുമില്ല അതുമില്ല എന്നൊക്കെ പുള്ളിക്കാരൻ ഇപ്പോ ഓടി നടന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ ബൈറ്റ് ഓടി നടന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജോർജ് കുട്ടി പറയുന്നത് പോലെ ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ധ്യാനത്തിന് പോയതെങ്കിലും ഒരു കള്ളം 4 വട്ടം പറയും. ഓഗസ്റ്റ് 3-ാം തീയതിയാണ് ധ്യാനത്തിന് പോയെന്ന് പറഞ്ഞാൽ നാട്ടുകാർ പിന്നെ പറയും ഓഗസ്റ്റ് 3. അതുപോലെ എല്ലാ ചാനലിലും പോയി ഞാൻ മയക്കുമരുന്ന് ലോബിയായിട്ട് ബന്ധമില്ല, ഞാൻ മയക്കുമരുന്ന് ലോബിയായിട്ട് ബന്ധമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കണം ആഷിഖ്. എന്താണ് ഒരു അഭിപ്രായം? ഇത് ഈ ചാനലുകൾ സ്വകാര്യ മേഖലയിൽ വരുന്ന പറഞ്ഞപ്പോൾ അന്ന് വന്ന ഏറ്റവും ഭയങ്കര ഒരു ആക്ഷേപം എന്താണെന്ന് എന്താണ്? സ്വകാര്യ മേഖലയിൽ ചാനലിൽ വന്നാൽ ചാനലുകൾ പർച്ചേസ് ചെയ്യപ്പെടും. അത് പറഞ്ഞ ഒരു ആക്ഷേപം CPM അല്ലെങ്കിൽ ഇടതുപക്ഷമൊക്കെ പറഞ്ഞത്. പക്ഷെ അത് ഒരു പരിധി വരെ റിപ്പോർട്ടർ ചാനലിന്റെ കാര്യം വരുമ്പോൾ അത് ശരിയാവുന്നുണ്ട്. ഇപ്പം ലോകത്ത് ഏറ്റവും മോശം പണി ചെയ്യുന്ന ഒരുത്തൻ, അവന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയായി, അവനെല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ വരും. അപ്പം ചാനലുകളും പർച്ചേസ് ചെയ്യാം. ഇപ്പൊ ചാനലുകൾ എന്താണ് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പഴയ പാരമ്പര്യം അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലോകത്തെ ദുഷ്ടതകളും അല്ലെങ്കിൽ ലോകത്തിൻ്റെ മോശമായ കാര്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു അതായിട്ടാണ് പത്രങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ ചാനൽ മേടിക്കുക, അതിനകത്ത് അഗസ്റ്റിൻ സഹോദരന്മാർ എഡിറ്റർമാർക്ക് തുല്യമായിട്ട് കയറിയിരിക്കുക, അവർക്ക് അവാർഡുകൾ കിട്ടുക, അവർ ഇത് നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള നിയന്ത്രണമേ വരത്തുള്ളൂ. ഇപ്പം ഈ മരംമുറി
അല്ലെങ്കിൽ മരമുറി ബ്രദേഴ്സ് മരമുറി ബ്രദേഴ്സിന്റെ ചാനൽ റിപ്പോർട്ടർ ആയി കഴിഞ്ഞപ്പോൾ അതിന് മുമ്പും ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നതിന് ഈ സ്വഭാവമൊക്കെ ഉണ്ട്. ചില ആൾക്കാർ ദിലീപിന്റെ വിഷയം വന്നപ്പോൾ ബാക്കി ചാനലുകൾ സംശയം പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ ഇന്നതുപോലെ ഇന്ന ആരോപണം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ സംശയം ഈ ചാനൽ കൃത്യമായിട്ടൊക്കെ പറയുമായിരുന്നു, ദിലീപിനെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു. അതിനു മുമ്പ് പല വിഷയങ്ങളിലും ഈ ചില ആൾക്കാരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ദിവസങ്ങളോളം എടുത്ത് അയാളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രകൃതമായിട്ട് മുന്നോട്ട് വന്നൊരു ചാനൽ. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥയിൽ നിൽക്കുക ഈ ചാനൽ. കാരണം ഈ ചാനലിനകത്ത് മരമുറി കേസ് അന്വേഷിക്കുന്ന ഏറ്റവും മാന്യനായ കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് കിട്ടിയ DYSPയുടെ പേര് ബെന്നി എന്നാണ് അല്ലേ? ബെന്നി, അയാളുടെ പേരിലാണ് കഴിഞ്ഞ ദിവസം ലൈംഗിക ആരോപണം കൊണ്ടുവന്നിരിക്കുന്നത് സ്ത്രീ. ആ സ്ത്രീയെ എന്നിട്ട് ബാക്കി ചാനലുകളിൽ തിരക്കി ചെന്നപ്പോൾ ഇവിടെ കസ്റ്റഡി വെച്ചേക്കോ, വേറെ ആരും സംസാരിക്കാൻ സമ്മതിക്കില്ല. വേറൊരു കാര്യമുണ്ട്, ആ സ്ത്രീ കൊണ്ടുവന്ന ഇവര് പറഞ്ഞത് നാളെ രാവിലെ 9 മണിക്ക് ഇത് പുറത്തു വിടും വാർത്ത, കേരളത്തെ പിടിച്ചു കുലുക്കുന്നതെന്നാണ്. രാവിലെ 7 മണിയായപ്പോൾ ഏഷ്യാനെറ്റ് ഈ പരാതി തപ്പിയെടുത്ത് ഈ പീഡന പരാതി വ്യാജമാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് അടിച്ചു. അപ്പൊ ഇവര് 8 മണിയായപ്പോൾ ഈ വാർത്ത പുറത്തു വിട്ടിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു പീഡന പരാതി ഞങ്ങളെ കിട്ടിയിട്ട് ഞങ്ങൾ അതിന് സമയവും കാലവും ഒക്കെ നിശ്ചയിച്ച് പുറത്തു വിട്ടാൽ അത് ഞങ്ങളുടെ മാധ്യമധർമ്മത്തിന് നിരക്കുന്നതല്ല. ഇതാണ് മാധ്യമധർമ്മം. അപ്പം ഈ സ്ത്രീ ആരോപണം ഉന്നയിച്ചേക്ക SP-യുടെ പേരിൽ, ഒരു CA-യുടെ പേരിൽ, ഒരു DYSPയുടെ പേരിൽ. ഇത് സാധാരണ അന്ന് കേട്ടപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ധനുഷ് ഉൾപ്പെടെയുള്ളവർ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് സത്യാവസ്ഥ അറിയുന്നതിന് മുമ്പ് ചർച്ച ചെയ്യേണ്ടി വന്നില്ലേ? കാരണം ആര് കേട്ടാലും അതിനകത്തൊരു ന്യായവുമില്ല. ഒരു സാധാരണക്കാരി ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെല്ലുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ വൈകിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു സ്ത്രീയെ പിടിച്ച് റൂമിനകത്ത് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തിട്ട് വിടുക. അതിനുശേഷം കോട്ടേഴ്സ് വെച്ചല്ല, ഇവരുടെ വീട്ടിൽ ചെന്ന് എന്നിട്ട് അവരുടെ മേലുദ്യോഗസ്ഥന്മാരെല്ലാം ഇത് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ സ്ത്രീ ആരായാലും ഈ മാതിരിയുള്ള വാർത്തകൾ ഒരു ചാനൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകൾ ചമച്ച് സമൂഹത്തില് മാന്യമായിട്ട് ജോലി ചെയ്യുന്ന അഗസ്റ്റിൻ സഹോദരന്മാർ എത്ര കോടി രൂപ വാഗ്ദാനം ചെയ്തതാണ് ഈ DYSPക്ക്. എന്നെ ഈ കേസിനകത്ത് ഇല്ല രീതി വരുത്തി. അപ്പൊ അത് വേണ്ടാന്ന് വെച്ച് മാന്യമായിട്ടൊരു കേസ് അന്വേഷിച്ചത് കൊണ്ടാണല്ലോ ഇദ്ദേഹത്തിന്റെ മാന്യത കെടുത്തുന്ന, സമൂഹത്തിൽ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ, അദ്ദേഹത്തിന്റെ കുടുംബം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ, ഒരു ആഭ്യന്തര വകുപ്പിന് മൊത്തം മോശമാവുന്ന രീതിയിൽ, ഒരു ഗവൺമെന്റിന് പോലും മോശമാവുന്ന രീതിയിൽ ഒരു ചാനൽ ഉണ്ടെന്ന് പറഞ്ഞൊരു ചാനൽ കാണിച്ചത്. രണ്ടാമത് ഈ വാർത്തയ്ക്ക് പുറകിൽ 2 കാര്യമുണ്ട്. ഒന്നല്ല ഒരു ഏറിന് 2 കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്തിയാ മയക്കുമരുന്ന് ലോബി, സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് ലോബി എന്തിയേ, ആ വാർത്ത എന്തിയേ, ആ പരാതി എന്തിയേ, ആ അന്വേഷണം എന്തിയേ? പരാതി ഉണ്ടല്ലോ, പരാതി കൊടുത്തല്ലോ. എനിക്ക് തോന്നുന്നു യുവമോർച്ചക്കാരാണ് പരാതിയുടെ പ്രാഥമിക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ധനുഷിന് കാണിക്കുക, എന്തിനാ റിപ്പോർട്ടറെ മാത്രം പറഞ്ഞേ? ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ചാനൽ ഇന്നലെയും ബ്രേക്കിംഗ് ന്യൂസ് നിവിൻ പോളിയുടെ പുറകിലുള്ള ആരോപണം പ്രഥമദൃഷ്ട്യാ തന്നെ ശരിയല്ലെന്ന് വളരെ രീതിയിലും തെളിഞ്ഞു. ഇന്നലെ നിവിൻ പോളിയുടെ മൊഴിയെടുപ്പ് സാധാരണ പോലീസ് ചെയ്തേക്കുള്ളൂ, ആ സ്ത്രീയുടെ മൊഴിയെടുപ്പ് കാണിച്ചുകൊണ്ടിരിക്കുക ഫ്ലാഷ് ന്യൂസ്. എന്നിട്ട് എന്താണ് പ്രാഥമിക അന്വേഷണം? ഈ പറയുന്ന ആളുടെ ആ സംവിധായകന്റെ പേരെന്തുവാ? ആഷിഖ് കപൂർ, അദ്ദേഹത്തിന്റെ ഭാര്യ റീമ കല്ലിങ്കൽ. പ്രാഥമിക അന്വേഷണം, ഇന്ന വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തുന്നു അല്ലെങ്കിൽ കേസെടുത്തു, ഏതെങ്കിലും ചാനലിൽ വന്നു. അതേസമയം നമ്മുടെ ഈ സംവിധായകൻ അല്ലെങ്കിൽ ആഷിഖ് കപൂർ എന്ന് പറയുന്ന സംവിധായകൻ ഞാൻ മയക്കുമരുന്ന് രോഗിയായിട്ട് എനിക്ക് ബന്ധമില്ല എന്ന് പറയുന്നതും, റീമ കല്ലിങ്കൽ ഇത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ബന്ധമില്ല എന്ന് പറയുന്നതും കൊടുക്കാൻ തിടുക്കം പിടിക്കുന്ന മാധ്യമങ്ങളെ നമ്മൾ കണ്ടാണല്ലോ. റിപ്പോർട്ടർ ആണല്ലോ ആദ്യമേ ഇവരെ വെളുപ്പിക്കുന്നതിന് വേണ്ടി വന്നത്. ഈ വാർത്തയ്ക്ക് മുമ്പത്തെ ദിവസം റിപ്പോർട്ടർ റീമ കല്ലിങ്കലിന്റെയും ആഷിഖ് കപൂറിനെയും വെളുപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായ അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യം നമ്മൾ കണ്ടല്ലോ. അതിനുശേഷം സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന പൊട്ടിത്തെറിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക അവര് ചെന്നിരുന്ന് ആ പൂച്ചയുടെ മുമ്പിൽ എലി പമ്മിയിരിക്കുന്നത്, പൂച്ച പിടിച്ചിട്ട് എലി അടിച്ചടിച്ച് അവിടെ വെക്കുമല്ലോ, അന്നേരം ഇങ്ങനെ തൊഴുതോണ്ടിരിക്കുന്നത് പോലെ ഇവിടുത്തെ പിണറായി വിജയനെ കുടയുന്ന അല്ലെങ്കിൽ VD സതീശനെ കുടയുന്ന, സുരേഷ് ഗോപിയെ കുടയുന്ന, വേണ്ടി വന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരെ കൈകാര്യം ചെയ്യാൻ നിൽക്കുന്ന വല്ലും നഹവുമുള്ള ഒരു സ്ത്രീ, എന്തോ ഏതാണ്ട് ഒരു സാധനം അവർ ചെയ്യുന്ന അല്ല, എന്തോ അവർ ചെയ്യുന്ന വാർത്തയുടെ പേര് കവർ സ്റ്റോറി ചെയ്യുന്ന അവരെ നമ്മൾ കണ്ടതാണല്ലോ. ഈ ഇവരെ പറ്റി ഞാനൊരു കഥ പറഞ്ഞുതരാം, ആർക്കും അധികം ഓർമ്മ കാണത്തില്ല. പണ്ട് മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗം ഒരു സമരം നടത്തി കരിപ്പൂർ വിമാനത്താവളത്തിൽ. സമരത്തിന്റെ കാരണം ഞാൻ ഓർക്കുന്നില്ല, ഒരു പ്രതിഷേധ മാർച്ച് മൊത്തം അടിച്ചു പൊട്ടിച്ചു, കൈയേറി. അതിന്റെ മണ്ടയ്ക്ക് കരിപ്പൂരിന്റെ വിമാനത്താവളത്തിന്റെ മണ്ടയ്ക്ക് ഒരു ദേശീയ പതാക ഉണ്ടായിരുന്നു. ദേശീയ പതാക അഴിച്ചു മാറ്റിയിട്ട് മുസ്ലിം ലീഗിന്റെ കൊടി കിട്ടി. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഈ ധീര വനിത അവിടെ ചെന്ന് അടിച്ചെടുത്ത് തോട്ടിക്കളഞ്ഞവര് വളരെ മൃഗീയമായിട്ട് സ്ത്രീ അടിച്ചു. ഒരു സ്ത്രീയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അടിച്ചു. എന്നിട്ട് വന്നു വലിയ മാധ്യമപ്രവർത്തകയാണല്ലോ, അന്നും ഏഷ്യാനെറ്റ് മാധ്യമപ്രവർത്തകൻ, ഒരാൾ മൈൻഡ് ചെയ്തില്ല. ആ കേസ് പോലും വേണ്ട രീതിയിൽ പോയില്ല.
അന്ന് കിട്ടിയ അടിയുടെ ഗുണം ഇന്നും അവർക്ക് ഓർമ്മ കാണും. അതുകൊണ്ടാണ് ആഷിഖ് കപൂർ എന്ന പേര് കേട്ടപ്പോൾ സിന്ധു സൂര്യകുമാറിന് മര്യാദയ്ക്ക് ഇന്റർവ്യൂ ചെയ്യാൻ തോന്നിയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏഷ്യാനെറ്റ് എന്തിനാ ഈ കാര്യം മറച്ചു വെക്കുന്നത്? റിപ്പോർട്ടർ ചാനൽ മറച്ചു വെക്കുന്നത് അവന്റെ ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ചിലപ്പം ഈ മയക്കുമരുന്ന് ലോബിയും അല്ലെങ്കിൽ മറ്റു ലോബികൾക്കോ താങ്ങേണ്ട എന്തെങ്കിലും കാര്യം കാണും. സിന്ധു സൂര്യകുമാറിനും ഏഷ്യാനെറ്റും താങ്ങേണ്ട കാര്യമുണ്ട്, അതെനിക്കറിയത്തില്ല. എന്തുവായാലും ഇവിടുത്തെ സിനിമയിൽ ഇന്നലെ ഹരിഹരനെ സിന്ധു സൂര്യകുമാറിന്റെ ഇത്തിരി ചോദിച്ചപ്പോൾ പറഞ്ഞ വർത്തമാനം എന്തോ, ഞങ്ങൾ ഒരാളുടെ കാര്യം തിരക്കി അറിഞ്ഞ് രണ്ടുപേരുടെയും ഭാഗം നിർത്തിയേ സംസാരിക്കത്തുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്റർവ്യൂ. ഈ ഹരിഹരൻ എന്ന് പറഞ്ഞൊരു നടൻ ഉണ്ടായിരുന്നല്ലോ, ഏതോ ഒരു സിനിമ നടി അഭിനയിക്കാൻ വന്നപ്പോൾ അയാളുടെ അറിവ് വെച്ച് പറഞ്ഞു, കുഞ്ഞ് ഇതിനകത്ത് വരുമ്പം ഇതിനകത്ത് മോശമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോൾ അതൊക്കെ തരണം ചെയ്തേണ്ടി വരും, അത് തരണം ചെയ്യാൻ മാനസികമായിട്ട് പ്രാപ്തമായിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിനൊക്കെ പോയാൽ മതി. എന്ന് വെച്ചാൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാവരും പിടിച്ചോണ്ട് പോകുന്നല്ല, നമ്മൾ പറയത്തില്ലേ നല്ല വശമുണ്ട് മോശം വശമുണ്ട്. എന്നിട്ട് ആ ഹരിഹരൻ ഒരു പെൺകുട്ടിയെ എടുത്ത് പറഞ്ഞു, നല്ലൊരു കലാകാരൻ, നിങ്ങൾക്കറിയാമല്ലോ, ആരും ആക്ഷേപം പറയാത്ത അയാളെ പറ്റി ഫ്ലാഷ് ന്യൂസ് അടിച്ച ആളാ പറയുന്നത്. റീമ കല്ലിങ്കലിനോട് ഞങ്ങൾ ചോദിച്ചാൽ മതിയാവത്തുള്ളൂ. റീമ കല്ലിങ്കലിനോടും ആഷിഖ് കപൂറിനോടും ചോദിക്കാൻ കാര്യം എന്താന്ന് പറയാം, ഇവിടുത്തെ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും ഇതിന്റെയൊക്കെ പുറകിൽ വരുന്ന ഫണ്ടും ഇതിന്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാരുടെയും ബലം എത്രത്തോളം ഉണ്ടെന്ന്. അതിനെ ഭയന്നിട്ടാണ് സിന്ധു സൂര്യകുമാർ മര്യാദയ്ക്കിരുന്നത്, അതിനെ ഭയന്നിട്ടാണ്, അല്ലെങ്കിൽ അതിനെ പൈസ മേടിക്കുന്നതുകൊണ്ടാണ് റിപ്പോർട്ടർ ഈ മാതിരി കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പൊ പോയല്ലോ, വാർത്ത വന്നു കഴിഞ്ഞപ്പം വാർത്ത വ്യാജമാണെങ്കിലും വാർത്ത വ്യാജമാണെന്ന് കണ്ടിട്ട് ചാനൽ എന്താ ക്രെഡിബിലിറ്റിയാണ്? മരം മുറിച്ച് കള്ളക്കച്ചവടം തരുന്ന എടുത്ത ചാനലാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ ക്രെഡിബിലിറ്റി ഇത്രയൊക്കെ ഉള്ളൂ. ഈ വാർത്ത മുക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇത് ചെയ്തത്. എന്തായാലും അവർ വാർത്ത വ്യാജമാണെന്ന് തെളിഞ്ഞു, അതിന്റെ ക്രെഡിബിലിറ്റിയും പോയി. നാളെ കാലത്ത് റിപ്പോർട്ടർ പണ്ടത്തെ കൂടെ അതിന്റെ പാട്ടിനും പോകും. ഈ രീതിയിലുള്ള വാർത്ത ചെയ്തുകൊണ്ടിരുന്നാണ് ജനങ്ങൾക്കറിയാം, ഇനി ഞാൻ റിപ്പോർട്ടർ കാണാൻ പോകത്തില്ല. അപ്പൊ പക്ഷേ എന്നാലും കോടിക്കണക്കിന് രൂപ കിട്ടുന്ന ഒരു പണിയാണല്ലോ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും താല്പര്യം എടുത്ത് ഒരു നിസ്സാരനാണ് ആഷിഖ് കപൂർ, നിസ്സാരനാണ് റീമ കല്ലിങ്കൽ എന്നുണ്ടെന്നുള്ള ആ വാർത്ത മുക്കുന്നതിന് ഇത്രയും ക്യൂരിയോസിറ്റി ഒന്നും കാണിക്കത്തില്ല. അതായത് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം മാധ്യമ പ്രവർത്തനം നടക്കുന്ന പലരെയും ഉറ്റുനോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സംശയം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം പുറകിൽ വളരെ വൃത്തികെട്ട ലോബിയും ഈ പറഞ്ഞതുപോലെ അനാവശ്യമായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ തന്നെയാണ് ഇതൊക്കെ ഇപ്പൊ ചെന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നേരും അല്ലെങ്കിൽ നല്ലതും ഒന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആരെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിനും ഇഷ്ടമില്ലാത്തൊരു തേജോവധം ചെയ്യുന്നതിനും സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിനും വേണ്ടിയൊക്കെ തന്നെ ഈ റിപ്പോർട്ടറും ഏഷ്യാനെറ്റും അല്ലെങ്കിൽ അവതാരകരും ഒക്കെ പോവും. ഇവർ ഈ പറയുന്ന ന്യായമേ ഉള്ളൂ. ഒരു മാന്യതയും മര്യാദയും അല്ലെങ്കിൽ ഒരു സംശുദ്ധ പത്രപ്രവർത്തനത്തിന്റെ ഒരു രീതിയും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.